മാതാവും പിതാവും വഫാത്തായി. ശേഷം തൻ്റെ എല്ലാമെല്ലാമായ ഗുരുവായിരുന്നു ലുക്മാനുൽ ഹക്കീമിന് ഏകാശ്രയം. ആ ഗുരു ദാവൂദ് നബിയുടെ വസതിയിലേക്ക് പോവാൻ പറയുകയും അങ്ങനെ ദാവൂദ് നബിയുടെ ഗുരുവിനെ ഉപേക്ഷിച്ച് ദാവൂദ് നബിയുടെ വസതിയിൽ എത്തുകയുമാണ് ഉണ്ടായത് ലുക്മാനുൽ ഹക്കീം. അവിടെ നിന്നൊരു കേസ് വിസ്താരത്തിന് വിധി പറയുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി ആ കൊട്ടാരത്തിൽ താമസിച്ച ശേഷം ലുക്മാനുൽ ഹക്കീം അവിടെ നിന്ന് പുറപ്പെടണമെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കൽപ്പന കേട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു പിതാവിനോട്, പിതാവേ, ഇപ്പോഴും തന്നെ ലുക്മാനുൽ ഹക്കീമിനെ ഒഴിവാക്കണോ? അദ്ദേഹത്തിനോട് പോകാൻ പറയണോ? എനിക്ക് കൂട്ടായി അദ്ദേഹം നല്ലൊരു സുഹൃത്തും നല്ലൊരു സഹോദരനുമായിരുന്നു. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേ അള്ളാഹുവിൻ്റെ ഓർഡറുണ്ട് ലുക്മാനുൽ ഹക്കീം ഇവിടെ നിന്ന് പോകുവാൻ വേണ്ടി. അതുകൊണ്ട് ലുക്മാനുൽ ഹക്കീം ഇവിടെ നിന്ന് പോവുക തന്നെ വേണം. അങ്ങനെ ലുക്മാനുൽ ഹക്കീം അവിടെ നിന്ന് യാത്രയായി. ആ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടാണ് യാത്രയാകുന്നത്. നടന്ന് ക്ഷീണിച്ച് അവശനായി ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ, ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ നടന്ന് തൻ്റെ അടുക്കിലേക്ക്, വൃദ്ധനായിക്കണ് പക്ഷേ സുന്ദരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം നടന്ന് തൻ്റെ അരികിലേക്ക് വന്നിട്ട് സലാമൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവിടെ നിന്ന് ദാവൂദ് ലുക്മാനുൽ ഹക്കീമിനോട് ചോദിക്കുകയാണ്, ലുക്മാനുൽ ഹക്കീമെ, ഈ ജീവിതത്തിൽ നിനക്ക് ഇനി ദുനിയാവിൽ കുറേ പരീക്ഷണങ്ങൾ സഹിച്ചില്ലേ, ഇനി നിനക്ക് ഒരു സന്തോഷത്തിൻ്റെ ജീവിതം വേണ്ടേ? ദുനിയാവിൽ കുറച്ച് ഇനി സന്തോഷിക്കാൻ അള്ളാഹു താല എന്ത് വേണമെങ്കിലും നിനക്ക് തരുവാൻ വേണ്ടി അള്ളാഹു താല ഉദ്ദേശിക്കുന്നു. അപ്പോൾ തന്നെ ലുക്മാനുൽ ഹക്കീം പറഞ്ഞു, വേണ്ട, എനിക്കതൊന്നും വേണ്ട, അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം മതി. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം നീ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഇനിയും സഹിക്കേണ്ടതായിട്ട് വരും എന്ന് ലുക്മാനുൽ ഹക്കീമിനോട് ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഖിദർ നബി ആയിരുന്നു വന്നത്. ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് യാതൊരു വിഷമവുമില്ല, അതാണ് എനിക്ക് സന്തോഷം, എൻ്റെ റബ്ബിൻ്റെ പ്രീതിയാണ് എനിക്ക് സന്തോഷം. ദുനിയാവിലെ സന്തോഷത്തിന് ഞാൻ മുതിരുകയാണെങ്കിൽ ദുനിയാവിലെ സന്തോഷത്തിനിടയിൽ പല പാപങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് ദുഃഖങ്ങളും വിഷമങ്ങളുമാണെങ്കിൽ അതിൽ പാപങ്ങൾ വന്നു ചേരാൻ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മതി എന്ന് ലുക്മാനുൽ ഹക്കീം പറഞ്ഞപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരുപാട് വിഷമങ്ങൾ, വളരെ ശക്തമായ വിഷമങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും ലുക്മാനെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ തയ്യാറാണ് ബഹുമാന്യരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ഇസ്മ പഠിപ്പിച്ചു തരാം. ഒരാൾക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, ഇത് അത്രയും രഹസ്യമായ ഒരു ഇസ്മാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മുൽ അഅ്ലം ലുക്മാനുൽ ഹക്കീമിന് പഠിപ്പിച്ചു കൊടുത്തു. അതോടെ ലുക്മാനുൽ ഹക്കീമിൻ്റെ കഴിവ് വർദ്ധിച്ചു. അങ്ങനെ ലുക്മാനുൽ ഹക്കീമിൻ്റെ അടുക്കൽ നിന്നും ഖിദർ നബി അലൈഹിസ്സലാം അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിന്നീട് ലുക്മാനുൽ ഹക്കീം ആ മരുഭൂമിയിലൂടെ വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതാ തൻ്റെ പിന്നിൽ നിന്നും ഒരാൾ വന്ന് ചോദിക്കുന്നു, എനിക്ക് വല്ലതും തരുമോ, എനിക്ക് എന്തെങ്കിലും ഭിക്ഷാടനം തരുമോ എന്നാണ് ചോദിക്കുന്നത്. മുന്നിൽ വന്ന് കൈ നീട്ടിയവനെ മടക്കാൻ പാടില്ലെന്നാണ് എല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും കൈ നീട്ടിയാൽ അവനെ മടക്കരുത് എന്നാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. അത് മഹാശാപമാണ്. അതുകൊണ്ട് തന്നെ ലുക്മാനുൽ ഹക്കീം അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല. അപ്പോഴും അയാൾ വീണ്ടും പറഞ്ഞു, എനിക്ക് വല്ലതും ഉള്ളത് തരിക എന്ന് പറഞ്ഞു. മടക്കാൻ അള്ളാഹു പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അയാൾ ഒടുവിൽ ലുക്മാനുൽ ഹക്കീം പറഞ്ഞു, നിങ്ങൾ എന്നെ തന്നെ എടുത്തോളൂ, എന്നെ തന്നെ നിങ്ങൾക്ക് ഞാൻ ദാനമായി തരുന്നു, എന്നിട്ട് എന്നെ വിറ്റിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, എന്നെ നിങ്ങൾ അടിമയായിട്ട് എടുത്തോളൂ എന്ന് ലുക്മാനുൽ ഹക്കീം പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി. അയാൾക്ക് ഇനിയൊരു സന്തോഷം കിട്ടാൻ ബാക്കിയില്ല. അങ്ങനെ അയാൾ ലുക്മാനുൽ ഹക്കീമിനെ അടിമയായിട്ട് എടുത്തു. അങ്ങനെ അയാൾ ലുക്മാനുൽ ഹക്കീമിനോട് നടക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ചന്തയിൽ കൊണ്ടുപോയി ലുക്മാനുൽ ഹക്കീമിനെ വിറ്റു. വൻ അടിമക്കച്ചവടം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്.
അതുകൊണ്ട് തന്നെ അടിമകൾക്ക് വലിയ ഡിമാൻഡ്. നല്ല ഭംഗിയും ആരോഗ്യവുമുള്ള അടിമകളെ കൊണ്ടു ചെന്നാൽ നല്ല വില കിട്ടും. ഇയാൾക്ക് നല്ല സന്തോഷമായി. എത്രയായാലും ലുക്മാനുൽ ഹക്കീമിനെ കണ്ടാൽ ആരും വാങ്ങും. അത്രയ്ക്ക് അഴകും അതോടൊപ്പം നല്ല ശരീര അഴകും വടിവും ഒക്കെ ഉള്ള ഒരു ആളായിരുന്നു ലുക്മാനുൽ ഹക്കീം. ലുക്മാനുൽ ഹക്കീമിനെ അങ്ങനെ കൊണ്ടുപോയി ചന്തയിൽ വിറ്റു. ചന്തയിൽ നിന്ന് ഒരാൾ ലുക്മാനുൽ ഹക്കീമിനെ 101 സ്വർണ്ണ നാണയത്തിന് പകരമായിട്ട് വാങ്ങി. അങ്ങനെ 110 സ്വർണ്ണ നാണയത്തിന് പകരമായിട്ട് വാങ്ങി. അങ്ങനെ ലുക്മാനുൽ ഹക്കീം ആ യജമാനൻ്റെ കൂടെ പോയി. യജമാനൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ലുക്മാനുൽ ഹക്കീമിനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിരി വരിക. കാരണം ധനത്തിന് വേണ്ടി ആളുകൾ ഒരു മനുഷ്യനെങ്ങനെ കൈമാറുന്നു, ആ ധനത്തിനോടുള്ള ആർത്തി ഒക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരി വരികയാണ്. ചിരി വരുമ്പോൾ യജമാനൻ ചോദിക്കുക, നീ എന്നെ കളിയാക്കുന്നുണ്ടോ? ഇല്ല. വീണ്ടും ചിരിക്കുകയാണ്. അപ്പോൾ യജമാനനക്ക് തോന്നി, അല്ല ഇവനക്ക് എന്തൊരു കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവനെ നമുക്ക് മറ്റൊരു ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം എന്ന് കരുതി അയാൾ വേറൊരു ചന്തയിൽ കൊണ്ടുപോയി ലുക്മാനുൽ ഹക്കീമിനെ വീണ്ടും വിറ്റു. വീണ്ടും വിറ്റത് വാങ്ങിയത് വേറൊരു യജമാനന്. ആ യജമാനൻ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള യജമാനനാണ്. അത്യാവശ്യം നല്ല ഒരു രാജകീയ സുഖത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അയാൾ വാങ്ങിച്ചു. നല്ലൊരു വില കൊടുത്ത് തന്നെ ലുക്മാനുൽ ഹക്കീമിനെ അയാൾ വാങ്ങിച്ചു. അയാൾ ലുക്മാനുൽ ഹക്കീമിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാൾ കൊണ്ടുപോകുമ്പോഴും ലുക്മാനുൽ ഹക്കീമിന് ചിരി വരുന്നുണ്ട്. ദുനിയാവിൻ്റെ ഓരോരോ അവസ്ഥകൾ ആലോചിച്ചിട്ട് ചിരി വരുന്നുണ്ട്. അയാൾ ചോദിച്ചു, ലുക്മാനുൽ ഹക്കീമിനോട് യജമാനൻ ചോദിച്ചു, നീ എന്നെ കളിയാക്കുന്നുണ്ടോ? ഇല്ല യജമാനെ, ഞാൻ എൻ്റെ യജമാനൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചിരിക്കുകയാണ്. യജമാനൻ്റെ ഹിക്മത്ത്, കഴിവ് ആലോചിച്ചിട്ട്, തന്ത്രങ്ങൾ ആലോചിച്ചിട്ട് ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഏത് യജമാനൻ? യജമാനന് ഏകനായ യജമാനൻ, ഏകനായ അള്ളാഹു, ഏകനായ റബ്ബ്, നാഥനായ യജമാനൻ്റെ ഹിക്മത്തുകളാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും വേണ്ടില്ല, ഇവനെ കൊണ്ടുപോവാം എന്ന് കരുതി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് ലുക്മാനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ജോലി അറിയുമോ ലുക്മാനെ? ഇല്ല, എനിക്കൊരു ജോലിയും അറിയില്ല. പിന്നെ എന്തിനാണ് ഇപ്പം നീ എൻ്റെ കൂടെ വരുന്നത്? എന്ത് ജോലിയാണ് നീ എടുക്കുക? നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ എടുക്കും. നിങ്ങളുടെ അടിമയല്ലേ, അവൻ ഞാൻ എന്ത് ജോലി പറഞ്ഞാലും എടുക്കണ്ടേ? അതൊക്കെ ശരി, പക്ഷെ ഒരു ജോലി അറിയാത്തവൻ എന്ത് ജോലി എടുക്കാനാ? ഞാൻ ജോലിയൊക്കെ എടുക്കും, എന്നെ നിങ്ങൾ ജോലി ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ലുക്മാനുൽ ഹക്കീമിനെ അയാളുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. വല്ലാത്ത രാജകീയമായൊരു കൊട്ടാരം അയാൾ കണ്ടു, ലുക്മാനുൽ ഹക്കീം കണ്ടു. അങ്ങനെ ലുക്മാനുൽ ഹക്കീം അവിടെ താമസമാക്കി. അങ്ങനെ താമസമാക്കിയപ്പോൾ ലുക്മാനുൽ ഹക്കീമിന് അടിമകൾക്ക് ആ കാലത്ത് നല്ല രീതിയിലുള്ളൊരു താമസ സൗകര്യമോ വസ്ത്രധാരണയോ ഒന്നും നൽകില്ല. അടിമയോട് പറഞ്ഞു, നീ അടിമയാണ്, അതുകൊണ്ട് നീ ആ പുൽക്കൂട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പുൽക്കൂട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. പുൽക്കൂട്ടിൽ സ്ഥലം കൊടുത്തു താമസിക്കാൻ. അങ്ങനെ എന്നും യജമാനൻ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിക്കും. ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ടാണ് പറയുക. അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറയൽ അടിച്ചുകൊണ്ടാണ്. ചാട്ടവാറ് വീശിക്കൊണ്ടുള്ള അടിയാണ്, നല്ല അടി, നല്ല പ്രഹരങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം ലുക്മാനുൽ ഹക്കീം സുബഹിക്ക് ആരും ഇല്ലാത്ത സമയത്ത്, സുബഹി സമയത്ത് ഇങ്ങനെ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. ആ സമയത്താണ് യജമാനൻ എണീറ്റ് വരുന്നത്. അയാൾ അങ്ങനത്തെ നേരത്തെ എണീറ്റ് വരവില്ല. അയാൾ നേരെ വന്ന് കാണുന്നത് ലുക്മാനുൽ ഹക്കീം ഇങ്ങനെ എന്തോ ചെയ്യുന്നതായിട്ട് കണ്ടു. ഉടനെ തന്നെ യജമാനൻ ചാട്ടവാറെടുത്തുകൊണ്ട് വന്നു. എന്താണ് നീ ചെയ്യുന്നത്? നീ അടിമയില്ലേ? നിനക്ക് ബോധമില്ലേ? നീ ഇവിടുത്തെ പണി എടുക്കാൻ വേണ്ടി നിന്നെ കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടി കണ്ടിട്ട് മുകളിൽ നിന്ന് അവരുടെ രാജകുമാരി, ഇയാളെ മൂത്ത മകൾ വീട്ടിൻ്റെ മുകളിൽ നിന്നും മച്ചിൽ നിന്നും നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി കുറേ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഞാൻ ആ മുറിവിലൊക്കെ മരുന്ന് വെച്ച് തരട്ടെ, ഞാനത് തുടച്ച് തരട്ടെ എന്നൊക്കെ പറഞ്ഞു. വേണ്ട, എനിക്ക് വേദനിച്ചാലും അതെൻ്റെ നാഥന് വേണ്ടി ഞാൻ വേദന സഹിക്കുകയാണ്. ഞാനൊരു അടിമയല്ലേ, ഞാനിതൊക്കെ കിട്ടേണ്ടതാണ്, എനിക്ക് കിട്ടാൻ അർഹപ്പെട്ടതാണ്. ഞാൻ അടിമയാണ്, അടിമക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം. അപ്പോൾ അടിമൻ്റെ അവകാശമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതിങ്ങനെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഏകദേശം അത്യാവശ്യം ആരോഗ്യവും മറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ, എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ലുക്മാനുൽ ഹക്കീം ചെവിക്കൊണ്ടില്ല. അവൾക്ക് ലുക്മാനുൽ ഹക്കീമിനോട് അടുപ്പം ഇങ്ങനെ തോന്നി, ഒരു ആഗ്രഹം, ഇഷ്ടം ഒക്കെ ഇങ്ങനെ തോന്നി.
ആ ഇഷ്ടങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ ലുക്മാനുൽ ഹക്കീമിനെ പല പേരും പറഞ്ഞ് സമീപിക്കുമെങ്കിലും ലുക്മാനുൽ ഹക്കീം ഒഴിഞ്ഞു മാറും. പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് എന്നും എല്ലാ പ്രാവശ്യവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലുക്മാനുൽ ഹക്കീമിൻ്റെ ഈ യജമാനനുണ്ടല്ലോ, അയാൾക്ക് 2 പെൺമക്കളാണ്. ആ 2 പെൺമക്കളെയും ലുക്മാനുൽ ഹക്കീമിനെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതാ കുട്ടികളെ 2 ആളെയും ഈ കൊട്ടാരവും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ യാത്ര പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്നത് വരെ യാതൊരു പിഴവുമില്ലാതെ ഇത് സംരക്ഷിക്കണം, അത് നിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നാട് വിടുകയാണ്. മക്കൾ ആരും പുറത്തു പോകാൻ സമ്മതിക്കരുത്, എന്ത് ചോദിച്ചാലും അവർ പുറത്തു പോകാനുള്ള അനുവാദം അവർക്ക് കൊടുക്കരുത്, എന്തെങ്കിലും വേണമെങ്കിൽ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുതലാളി എന്ന് വെച്ചാൽ യജമാനൻ വിദേശത്തേക്ക് പോയി, വിദേശ പര്യടനത്തിന് പോയി. ഈ സമയത്ത് 2 ദിവസങ്ങൾക്ക് ശേഷം ഇളയ സഹോദരി, ഇളയ പെണ്ണ് മകൾ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അതിന് ലുക്മാനുൽ ഹക്കീം മറുപടി പറഞ്ഞു, പറ്റില്ല, നിങ്ങളുടെ പിതാവ് പുറത്തേക്ക് വിടരുത് എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ പുറത്ത് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിങ്ങളുടെ ഒപ്പം പോന്നിട്ട് പോലും നിങ്ങളെ പുറത്തേക്ക് വിടാൻ സാധ്യമാവുന്നില്ല. അവൾ പല നിലക്കും പറഞ്ഞു നോക്കി. ഒടുവിൽ അവൾ ലുക്മാനുൽ ഹക്കീം പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ ലുക്മാനുൽ ഹക്കീമിനെ ദേഹോപദ്രവം ചെയ്തു. നഷ്ടം പോലെ നല്ല ഉപദ്രവിച്ചു, വേദനിച്ചു, മുറിവൊക്കെ ഉണ്ടാക്കി. പക്ഷേ ലുക്മാനുൽ ഹക്കീം എന്തോ ഇലകളൊക്കെ പറിച്ച് തൻ്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് അതൊക്കെ ഭേദമായി. അവൾ വീണ്ടും വന്നു, ഇറ്റന്നാളും വന്ന് അങ്ങനെ തന്നെ അവൾ കുറേ ശ്രമിച്ചു, പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്തെല്ലാം മൂത്ത സഹോദരി ലുക്മാനുൽ ഹക്കീമിൻ്റെ അരികിൽ വന്ന് സമാധാനിപ്പിക്കും. നിങ്ങൾക്ക് വല്ലാതെ വിഷമം സഹിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി നിങ്ങൾ വല്ലാതെ സഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ സമാധാനിപ്പിച്ചു. പിന്നീടൊരു ദിവസം ജ്യേഷ്ഠത്തിക്ക് പരം അനിയത്തിയാണ് അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇവിടെ ഇല്ല, നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് യഥേഷ്ടം കിടന്നുറങ്ങുവാനുള്ള എല്ലാ സൗകര്യങ്ങളും പരവതാനിയൊക്കെ നിങ്ങൾക്ക് നൽകാം, പട്ടുമെത്തകളൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലുക്മാനുൽ ഹക്കീം പറഞ്ഞു, ഞാൻ ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഒരു മണിത്തൂക്കം കളഞ്ഞു പൊളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ. നീ പോയിട്ട് നീ സുഖമായിട്ട് ഉറങ്ങുക, നിങ്ങൾക്ക് സുഖവാസം എൻ്റെ റബ്ബ് നിങ്ങൾക്ക് തന്നതാണ്, അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിച്ച് വിട്ടു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ആ പെൺകുട്ടിക്ക് ലുക്മാനുൽ ഹക്കീമിനോട് വല്ലാത്ത ഒരു സ്നേഹം ബാധിച്ചിരിക്കുന്നു. ഇനി എന്താണ് ലുക്മാനുൽ ഹക്കീമിന് ശരിക്കും മനസ്സിലായി, ഇവളുടെ ഈ സ്നേഹബ്രഹ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മരുന്ന്. എൻ്റെ റബ്ബ് എനിക്ക് എല്ലാ പച്ചമരുന്നുകളെക്കുറിച്ചും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എല്ലാ പച്ചമരുന്നുകളുടെയും വിദ്യ എനിക്കറിയാം. എന്നാലും ഇവളുടെ പ്രേമം എന്ന ഈ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അതിന് എന്താണ് ഒരു മാർഗം? എൻ്റെ നാഥൻ തന്നെ എനിക്ക് അത് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. ആ യജമാനൻ ടൂറൊക്കെ കഴിഞ്ഞ്, അതായത് പര്യടനങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലൊക്കെ ശാന്തമാണ്. പെൺകുട്ടികൾ കുറ്റം പറയാനൊന്നും പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ലുക്മാനുൽ ഹക്കീമിനെ കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടമേ ഉള്ളൂ. അത് എങ്ങനെങ്കിലും വശത്താക്കാൻ വേണ്ടി അവൾ ആദ്യമൊക്കെ പ്രലോഭനങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും പിന്നീടൊക്കെ പലഹാരങ്ങൾ കൊണ്ടുകൊടുത്തും അങ്ങനെ പല നിലക്കും നോക്കി. പക്ഷേ ഒന്നും സാധ്യമാകുന്നില്ല. എങ്ങനെ അവൾ മെനക്കെട്ടിട്ടും ഏത് രീതിയിൽ പെരുമാറിയിട്ടും ലുക്മാനുൽ ഹക്കീമിന് അവളുടെ നേർക്ക് ഒന്ന് നോക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. അവളാണെങ്കിലോ വലിയ സുന്ദരിയാണ്. മിസ്രിലെ പെണ്ണുങ്ങളെ വെല്ലുന്ന സൗന്ദര്യമാണ്, ഭംഗിയാണ്. അത്രക്കും ഭംഗിയുള്ള ആ പെൺകുട്ടിയെ ഒന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിനിക്ക് തല ഉയർത്തിയൊന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും നോക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഒരു ദിവസം അവിടുത്തെ വേലക്കാരും മറ്റും ഒരുപാട് വേലക്കാരികളൊക്കെ ഉണ്ട്. വേലക്കാരികളിൽ ഒരു സ്ത്രീ പെട്ടെന്ന് വീണു എന്ന് മാത്രമല്ല, അവളുടെ കഴുത്ത് ഒടിയുകയും മുറിവ് പറ്റുകയും ചെയ്തു.
കഴുത്തിന് നല്ല മുറിവാണ് പറ്റിയത്. ചോര ധാരധാരയായിട്ട് ഒഴുകുന്നു. ഇത് കണ്ട ലുക്മാനുൽ ഹക്കീമിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ അദ്ദേഹം ഈ യജമാനൻ്റെ തന്നെ തോട്ടത്തിലേക്ക് ഓടി അവിടെ നിന്ന് കുറച്ച് പച്ച ഇലകൾ പറിച്ചു കൊണ്ടുവരികയും കുത്തിച്ചയച്ച് അതിൻ്റെ നീര് ആ സ്ത്രീയുടെ മുറിവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടനെ തന്നെ ആ മുറിവ് ഒരു ആവി അങ്ങ് പുറപ്പെട്ടു പോയി, മുറിവ് അങ്ങ് കൂടുകയും ചെയ്തു. അവൾ എണീറ്റ് നല്ല സന്തോഷത്തിൽ നടക്കുകയും ചെയ്തപ്പോൾ അവിടെ കൂടി നിൽക്കുന്നവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ സംഭവം കേട്ടിട്ട് അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കൂടി നിന്നിരുന്നു. കൂടി വന്നവരൊക്കെ ചോദിച്ചു, ഈ മരുന്ന് എവിടെ നിന്നാണ് ചങ്ങാതി നിനക്ക് കിട്ടിയതെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ മരുന്ന് കിട്ടിയത് ഒരാൾ പറഞ്ഞു തന്നതാണ്. ആളെ പേരെന്താണെന്നറിയോ? ആളെ പേര് ചോദിച്ചിട്ടില്ല ഞാൻ. അയാൾ എവിടേക്കാണ് പോയതെന്നറിയോ? ഇല്ല. ഇവനൊരു മണ്ടൻ തന്നെ. ഈ മണ്ടച്ചാരക്കാണല്ലോ ഇങ്ങനത്തെ മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. എൻ്റെ ദൈവമേ, ഇവനൊക്കെയാണല്ലോ കൊടുത്തത് എന്ന് പറഞ്ഞു അവർ സ്വയം രാഗിക്കൊണ്ട് അവർ പോയി. ഓ അടിമേ, ഇനിയെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴൊന്ന് ഓർമ്മ വെച്ചേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. ലുക്മാനുൽ ഹക്കീമാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ ദിവ്യത്വം കാണിക്കാതെ, ദിവ്യശക്തി തനിക്കുള്ളതായിട്ട് കാണിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ ഒരു ശക്തിയുണ്ട് കയ്യിൽ. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പാട്? ഇസ്മുല്ലാലത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാമോ? ഇസ്മുല്ലാലത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇസ്മുല്ലാലം ഒരാൾ ആകാശത്തിൽ നിന്ന്, എനിക്ക് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഒന്നങ്ങോട്ട് ഉയരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്മുല്ലാലം ചൊല്ലുന്നതെങ്കിൽ ആ ചൊല്ലി ഉടനെ തന്നെ അത് അങ്ങോട്ട് ഉയർന്നു പോകും. അല്ലെ നമ്മൾ മക്കയിലേക്ക് പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നും മക്കയിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഈ നിമിഷം മക്കയിലെത്തണം എന്ന് കരുതിക്കൊണ്ട് ഇസ്മുല്ലാലം അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അവിടെ എത്തും. അതാണ് ഇസ്മുല്ലാലം. ഈ ഇസ്മുല്ലാലം എവിടെ ഉള്ളതെന്നറിയോ? നമ്മൾ ഈ പരിശുദ്ധ ഖുർആൻ 30 ഓതുന്നതിനിടയിൽ അതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതുണ്ട്. ആ മഹത്വം കൂടിയാണ് പരിശുദ്ധ ഖുർആനിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് ഈ ഖത്തം തീർക്കാൻ പറഞ്ഞത്. ഖത്തം തീർക്കുന്നതിനിടയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഇസ്മുല്ലാലം ചൊല്ലിയിട്ടുണ്ടാകും. 30 ഖത്തം തീർക്കുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ കാര്യം, എന്തിനാണിപ്പോൾ പരിശുദ്ധ ഖുർആൻ 30 ഖത്തം 30 ജുസ് തീർക്കുന്നത്, ഓതുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് നദികൾ നമ്മുടെ തൊള്ളയിലൂടെ, വായിലൂടെ കടന്നു പോകും. ഒരുപാട് ദിവ്യാനുഗ്രഹങ്ങൾ അതിനു വേണ്ടിയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി എന്താ സംഭവിക്കുന്നത് ഈ കൊട്ടാരത്തിൽ നിന്ന് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കുറച്ച് അധികം സമയമായതുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ പിന്നിൽ തന്നെ ഉടനെ തന്നെ ബാക്കി എപ്പിസോഡുകൾ വിടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.